കിഡിലൻ ഓഫറിൽ 830 വാട്ടിന്റെ ഹൈ പവർ ആയിട്ടുള്ള ഒരു ആംഗിൾ ഗ്രൈൻഡർ കയ്യിൽ വന്നപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ബിൽഡ് സ്കിൽ എന്ന കമ്പനിയുടെ നല്ല റേറ്റിംഗ് ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രൈൻഡർ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവരുടെ കോർഡ്ലെസ് സ്ക്രൂ ഡ്രൈവർ കാണിച്ചിരുന്നു. അപ്പോൾ പലരും ആവശ്യപ്പെട്ടിരുന്നു ഇവരുടെ മറ്റു പ്രൊഡക്റ്റുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് പ്രകാരമാണ് ഇതൊരു നല്ലൊരു ഓഫറിൽ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഈ ബിൽഡ് സ്കിൽ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള ഉപകരണങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് ഈ ഉപകരണവും കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇതിന്റെ MRP വിലയുടെ പകുതിയിലും താഴെ വിലക്കാണ് നമുക്കിത് കിട്ടുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, മുഴുവനായിട്ട് കാണുക. ഇതിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ സേഫ്റ്റി ഗാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലേഡ് മുറുക്കുവാനുള്ള ഒരു ടൂളുണ്ട്. പിന്നെ ഇതിൽ ഒരു യൂസർ മാനുവലും ഉണ്ട്. ഇതിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഉപയോഗക്രമങ്ങളും മറ്റു സ്പെസിഫിക്കേഷനുകളും എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ബോക്സിനകത്തുള്ളത് ഗ്രൈൻഡറിൽ പിടിപ്പിക്കാനുള്ള ഒരു ഹാൻഡിലാണ്. അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഗ്രൈൻഡർ പുറത്തേക്ക് എടുക്കാം. ഇതാണ് ആംഗിൾ ഗ്രൈൻഡർ. പിന്നെ അതിലൊരു ചെറിയ കവറിൽ ഒരു സ്ക്രൂവും അതിൻ്റെ നെട്ടുമുണ്ട്. അത് നമുക്ക് ആ സേഫ്റ്റി ഗാർഡ് പിടിപ്പിക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഗ്രൈൻഡർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പവറും. നല്ല പവറുള്ള മെഷീനാണ്. 830 വാട്ടാണ് ഇതിൻ്റെ പവർ. 11,000 RPM ആണ് ഇതിൻ്റെ റൊട്ടേഷൻ സ്പീഡ്. നേരിട്ട് 230 വോൾട്ട് AC പ്രവർത്തിക്കുന്ന ഈ ആംഗിൾ ഗ്രൈൻഡർ നമ്മൾ ഇതിന് മുടക്കുന്ന പൈസക്കനുസരിച്ചുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ലേബലിൽ ഇതിൻ്റെ കമ്പനി ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ 220 വോൾട്ട് AC നേരിട്ട് വർക്ക് ചെയ്യുന്നതാണെന്നും 830 വാട്ട്സ് മുതൽ 850 വാട്ട് വരെയാണ് ഇത് പവർ ഉപയോഗിക്കുന്നതെന്നും 11,000 RPM ആണ് ഇതിൻ്റെ സ്പീഡെന്നും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ആയിട്ട് ഒരു സ്ക്രൂ നിങ്ങൾക്ക് കാണാം. അത് ലൂസ് ചെയ്ത് ആ ഭാഗം അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബ്രഷൊക്കെ മാറ്റിയിടാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് വരുന്നത് ഇതിൻ്റെ പുറകിലാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഒരു ടോഗിൾ ടൈപ്പ് സ്വിച്ച് ആണ്. അത് ഒരു ഭാഗത്തേക്ക് നീക്കുമ്പോൾ 1 എന്നെഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് നീക്കുമ്പോൾ ഉപകരണം ഓൺ ആവും, 0-ൽ ആക്കി കഴിഞ്ഞാൽ ഓഫ് ആവും. അങ്ങനെയാണ് സ്വിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് മാക്സിമം പോയാൽ 850 വാട്ട് വരെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ 6 ആംപിയറിൻ്റെ സോക്കറ്റിൽ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള 2-പിൻ മെയിൻ സ്കോഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്താണ് നമ്മൾ ബ്ലേഡ് ഫിറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് അഴിക്കുവാൻ വേണ്ടിയിട്ട് കമ്പനി അതിൻ്റെ കൂടെ ഒരു ടൂള് തന്നിട്ടുണ്ട്. അതിൽ 2 ആണിയുള്ള ഭാഗം ഈ നെട്ടിലുള്ള തുളയിലേക്ക് ഇറക്കി വെച്ചിട്ട് തിരിച്ചു കൊടുത്താൽ മതി. പക്ഷേ അത് റൊട്ടേഷൻ സ്റ്റക്ക് ചെയ്ത് നിർത്തണമെങ്കിൽ അതിൻ്റെ താഴെയായിട്ടുള്ള ചെറിയൊരു കറുത്ത ബട്ടൺ നിങ്ങൾക്ക് കാണാം. അത് പ്രസ് ചെയ്ത് പിടിച്ചാൽ പിന്നെ അത് ഷാഫ്റ്റ് തിരിയില്ല. അപ്പോൾ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഈ നെട്ട് ഇതുപോലെ അഴിച്ചെടുക്കാൻ പറ്റും. അത് അഴിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബ്ലേഡ് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, അതൊന്ന് ലൂസ് ചെയ്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഈ നെട്ട് ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ബ്ലേഡ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ആ നെട്ട് ടൂൾ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിതിൽ വെച്ചിരിക്കുന്നത് കട്ട് ചെയ്യുന്ന ബ്ലേഡാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം കട്ടിങ്ങിൻ്റെയോ ഗ്രൈൻഡിങ്ങിൻ്റെയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളാണെങ്കിൽ അതിനൊക്കെ പറ്റിയ രീതിയിലുള്ള ബ്ലേഡുകൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതെല്ലാം ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ബ്ലേഡ് വെച്ചതിന് ശേഷം ടൂൾ ഉപയോഗിച്ചിട്ട് നെട്ട് നന്നായിട്ട് തന്നെ മുറുക്കി കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ബ്ലേഡ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ചതാണ്. ഇതിൻ്റെ മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ആ സേഫ്റ്റി ഗാർഡ് എന്തായാലും വെക്കണം. സേഫ്റ്റി ഗാർഡ് ഇല്ലാതെയും ഇത് വർക്ക് ചെയ്യും. എങ്കിലും നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. അതുകൊണ്ട് ഈ സേഫ്റ്റി ഗാർഡ് ഉപയോഗിച്ചിട്ട് മാത്രം ഈ ബ്ലേഡ് ഫിറ്റ് ചെയ്ത് ഉപകരണം വർക്ക് ചെയ്യിക്കുക. അല്ലെങ്കിൽ മാരകമായിട്ട് പരിക്കേൽക്കാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും സേഫ്റ്റി ഫസ്റ്റായിട്ട് നമ്മൾ നോക്കണം. ഈ സേഫ്റ്റി ഗാർഡിൻ്റെ ഫിറ്റിംഗ് വരുന്നത് ബ്ലേഡ് വെക്കുന്ന ആ ഷാഫ്റ്റിൻ്റെ താഴെയായിട്ടാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്ക്രൂവും നെട്ടും ഉപയോഗിച്ചിട്ടാണ് സേഫ്റ്റി ഗാർഡ് ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത്. അതിൽ 2 ഹോളുകൾ നിങ്ങൾക്ക് കാണാം. അതിലേക്ക് സ്ക്രൂ ഇറക്കി വെച്ചിട്ട് മറുഭാഗത്ത് നെട്ട് ഇട്ടിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് മുറുക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ സേഫ്റ്റി ഗാർഡ് വെച്ചിട്ട് വീണ്ടും ബ്ലേഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഈ സേഫ്റ്റി ഗാർഡ് നമുക്ക് ഏത് ഭാഗത്താണോ നമ്മൾ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിച്ചു വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹാൻഡിൽ 2 ഭാഗത്തും നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഹോളുകളുണ്ട്. അപ്പോൾ നമ്മുടെ സൗകര്യാനുസരണം ഏത് സൈഡിലാണോ ഹാൻഡിൽ വെക്കേണ്ടത് അതിനനുസരിച്ച് വെക്കാവുന്നതാണ്.
ഇനി ഞാനിത് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്ത് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, വളരെ നന്നായിട്ട് തന്നെ ഈ ഉപകരണം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള ബ്ലേഡുകൾ ഉപയോഗിച്ചിട്ട് ഈ ആംഗിൾ ഗ്രൈൻഡർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന്റെ വിലയാണ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത്. ഇതിന്റെ MRP വിലയുടെ പകുതിയിലും താഴെ വിലക്കാണ് ഇപ്പോൾ നമുക്കിത് കിട്ടുന്നത്. 3899 രൂപ വിലയുള്ള ബിൽഡ് സ്കില്ലിന്റെ BG720R എന്ന ഈ ആംഗിൾ ഗ്രൈൻഡർ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വെറും 1450 രൂപക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ബിൽഡ് സ്കിൽ എന്ന കമ്പനിയുടേതല്ലാതെ മറ്റു പല ബ്രാൻഡുകളുടെയും പവർ ടൂൾസുകൾ ലഭ്യമാണ്. ഇത്തരം ഉപകരണങ്ങൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം ഉപകരണങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്